ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്നത്തെ ഒരു വീഡിയോ ഒരു ഡേ ഇൻ മൈ ലൈഫാണ്. ഇന്ന് മുഹറം 9 അപ്പോൾ നോമ്പുള്ള ഒരു ദിവസത്തെ ഡേ ഇൻ മൈ ലൈഫാണ് ഞാൻ ഇന്ന് എടുക്കുന്നത്. ആദ്യം തന്നെ ബെഡൊക്കെ നേരെ പിരിച്ചിട്ട് വെക്കുന്നുണ്ട്. അത്താഴത്തിന് എണിച്ചിട്ട് കിടന്നതാണ്. എന്നിട്ട് ഒരു 8 മണിയാകുമ്പോൾക്ക് എണിച്ചിട്ടുണ്ട് രാവിലെ. അങ്ങനെ ബെഡും ബ്ലാങ്കറ്റും നേരെ പിരിച്ചിട്ട് വെച്ചു. പിന്നെ അടിക്കാനും തുടക്കാനൊന്നും ഇന്നുണ്ടായിട്ടില്ല. നോമ്പായതുകൊണ്ട് ബ്രേക്ക്ഫാസ്റ്റിൻ്റെ ആ ഒരു പണിയൊന്നും ഉണ്ടായിട്ടില്ല. പിന്നെ മെസ്സായിട്ടുണ്ടായ എൻ്റെ ഓർഗനൈസർ ഒന്ന് ഓർഗനൈസായിട്ട് വെക്കാൻ വിചാരിച്ചു. എത്ര ഒതുക്കി വെച്ചാലും എവിടെയെങ്കിലും പോകുമ്പോൾ പെട്ടെന്ന് സാധനങ്ങൾ എടുക്കുമ്പോൾ എപ്പോൾ മെസ്ഡപ്പായിട്ട് ആണ് ഓർഗനൈസർ ഉണ്ടാവല്. അപ്പോൾ ഞാൻ ജസ്റ്റ് കാണിക്കുന്നുണ്ട് എൻ്റെ കയ്യിലുള്ള പ്രൊഡക്ട്സ് എല്ലാം. ഇത് എസെൻസിൻ്റെ ലിപ്സ്റ്റിക്കാണ്. എൻ്റെ കയ്യിൽ ഏറ്റവും കൂടുതൽ എക്സ്പെൻസീവ് ആയിട്ടുള്ള ലിപ്സ്റ്റിക്ക് അതാണ്. ഈ സൂഡിയോൻ്റെ ലൈനറാണ് ഞാൻ യൂസ് ആക്കല്. ഇപ്പം 3 കുപ്പികൾ ഞാൻ യൂസ് ആക്കിയിട്ട് തീർന്നിട്ടുണ്ട്. അങ്ങനെ എൻ്റെ കയ്യിലുള്ള പ്രൊഡക്ട്സ് എല്ലാം ഞാൻ നേരെ ഒതുക്കി വെച്ചിട്ടുണ്ട്. ഇനി ഈ ഓർഗനൈസർ വെക്കാനുണ്ട് കോർണർ ഒന്ന് ക്ലീൻ ആക്കി എടുക്കാം. ഈ കോർണറിൽ അങ്ങനെ പൊടിയൊന്നും ഉണ്ടാവലില്ല. ഇവിടുന്ന് മേക്കപ്പ് ചെയ്യാറാണ്. അപ്പോൾ കുറച്ച് പൗഡറിലുണ്ട്, ടാൽക്കം പൗഡർ, അതെല്ലാം ഒന്ന് തോർത്തിയിട്ടുണ്ട്. ഈ കാണുന്ന റെസിനാർട്ട് എൻ്റെ ഫ്രണ്ട്സ് 15th ബർത്ത്ഡേക്ക് തന്നതാണ്. അത് ആ ഒരു കോർണറിൽ വെച്ചിട്ടുണ്ട്. പിന്നെ ഓർഗനൈസർ വെച്ചിട്ടുണ്ട്. അത് കഴിഞ്ഞ് ടേബിളിൽ കുറച്ച് പൊടി ഉണ്ടായിരുന്നു. അതൊക്കെ ഒന്ന് തോർത്തിയിട്ട് 2 ഫ്ലവർ വേസ് ഉണ്ട് ടേബിളിന് മുകളിലായിട്ട് വെക്കുന്നത്. അത് രണ്ടും ഞാൻ ടേബിളിന് മുകളിൽ വെച്ചിട്ടുണ്ട്. പിന്നെ എനിക്ക് ഇഷ്ടപ്പെട്ട കുറച്ച് ചെടികളുണ്ട് ഉള്ളിൽ വെക്കുന്നത്. അതെല്ലാം ഒന്ന് കുറച്ച് വെയിലുള്ളതായിട്ട് വെച്ചു. നല്ല പാങ്ങാണ് ഇങ്ങനെ പേരുടെ ഉള്ളിൽ കുറച്ച് ചെടിയെല്ലാം ഉണ്ടാകുമ്പോൾ ഭയങ്കര ഒരു പോസിറ്റീവ് എനർജി ആയിട്ട് എനിക്ക് തോന്നലുണ്ട്. അത് കഴിഞ്ഞിട്ട് പിന്നെ 5 മണിക്കാണ് വീഡിയോ എടുക്കുന്നത്. അതോളം വെറുതെ ഫോൺ നോക്കിയിട്ടിരിക്കുക അങ്ങനെയല്ലായിരുന്നു ഉണ്ടായിരുന്നത്. കൊല്ലത്തിലൊരുക്കി ഉണ്ടാക്കുന്ന ഒരു സാധനമാണ് ഉണ്ടൽക്കും പാലെന്ന് പറയും. മുഹറം 9 ഉണ്ടാക്കലാണത്. മുഹറം 9 10 അങ്ങനെ എന്തോ ഉണ്ടാക്കലാണിത്. അങ്ങനെ നമ്മളവിടെ ഉണ്ടാക്കിയിട്ടുണ്ട്. ഉണ്ടൽക്കും പാലെന്ന് പറയും. പിന്നെ നോമ്പായതുകൊണ്ട് നോമ്പ് തുറക്കാൻ വേണ്ടിയിട്ട് കട്ട്ലേറ്റാണ് ഉണ്ടാക്കിയത്. ദീദി ഇങ്ങനെ ബോൾസ് ആക്കിയിട്ട് തരുമ്പോൾ ഞാൻ ബ്രെഡ് ക്രംസിൽ മുക്കിയിട്ട് ഉമ്മാക്ക് കൊടുക്കും. 3 നാളെ പരിശ്രമത്തിനിടയിൽ കട്ട്ലേറ്റ് ആയിട്ടുണ്ട്. കുറച്ച് കഴിയുമ്പോൾ ബാങ്കൽ കൊടുത്തു. ആദ്യം ഈത്തപ്പഴം കൊണ്ട് നോമ്പ് മുറിച്ചു. പിന്നെ കട്ട്ലേറ്റ്, മാംഗോ, അവക്കാഡോ ജ്യൂസും പൈനാപ്പിൾ ജ്യൂസും ഉണ്ടായിരുന്നു. അങ്ങനെ റാഹത്തായിട്ട് നോമ്പെല്ലാം തുറന്നു. പിന്നെ ബിസ്ക്കറ്റ്സിൽ വന്നിട്ടായിട്ട് ഞാൻ നേരത്തെ പറഞ്ഞൊരു സാധനം ഉണ്ടല്ലോ ഉണ്ടലിക്കുമ്പോൾ, അത് ഇതാണ് കേട്ടോ, അറിയാത്തവർക്ക് വേണ്ടിയിട്ട് മാത്രം. അങ്ങനെ അതെല്ലാം കുടിച്ചിട്ടാണ് ഇരുന്നു. എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. ഇഷാ ബാങ്കൊക്കെ കൊടുത്തതിന് ശേഷം ഞങ്ങൾ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ടിരുന്നു. ജന്നാവുണ്ട് ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട്. ഫുഡിന് രാത്രി ഡിന്നറായിട്ട് കടുമ്പും ബീഫ് കറിയാണ് ഉണ്ടായത്. അങ്ങനെ നമ്മൾ ഉപ്പുമുളകെല്ലാം നോക്കിയിട്ട് ഫുഡ് കഴിച്ചു. ഫുഡ് കഴിക്കുമ്പോൾ എപ്പോഴും ഉപ്പുമുളക് നോക്കിയിട്ടാണ് കഴിക്കല്. അങ്ങനത്തെ ശീലമുണ്ട് ആരെങ്കിലും ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യണം. ഫുഡ് കഴിച്ച് കഴിഞ്ഞിട്ട് നേരെ കുറച്ച് കഴിയുമ്പോൾ കിടക്കാൻ വേണ്ടിയിട്ട് പോയി. അപ്പോൾ ഓക്കെ, ഇത്രയേ ഉള്ളൂ എൻ്റെ വ്ളോഗ്. താങ്ക്സ് ഫോർ വാച്ചിങ്. സീ യു നെക്സ്റ്റ് വീഡിയോ. അപ്പോൾ ഓക്കെ, ബൈ.